കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നാം വാത്സല്യ സന്തോഷം എടുത്ത വേദഭാഗം മർക്കോസ് 10-ാം അധ്യായം അതിന്റെ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണല്ലോ. ആ ഭാഗത്തുനിന്ന് ഇനി നിങ്ങൾ മെസ്സേജ് തയ്യാറാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 14 കൂട്ടം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഒന്ന്, എരിഹോവിലാണ് തിമായുടെ മകനായി ബർത്തിമായി ഇരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ കനാൻ യാത്രയ്ക്ക് തടസ്സമായിരുന്ന പട്ടണമായിരുന്നു എരിഹോ. അവരുടെ സ്തുതിയാലും ആരാധനയാലും തമ്പുരാന്റെ ആലോചനപ്രകാരം 7 പ്രാവശ്യം ചുറ്റി ആറപ്പിട്ടപ്പോൾ അത് പൊളിഞ്ഞു വീണു. വാക്തത്വങ്ങൾക്ക് തടസ്സമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏത് കൂറ്റൻ മതിലും ദൈവശബ്ദം ഉണ്ടെങ്കിൽ പൊളിഞ്ഞു താഴെ വീഴും എന്ന് പറയണം. വാക്തത്വങ്ങൾക്ക് തടസ്സമായി എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് നമ്മുടെ മുന്നിൽ നിന്നാലും വാക്തത്വമുള്ള ദൈവമക്കൾ വാക്തത്വ ദേശത്ത് കൊണ്ടുപോകാൻ നമ്മുടെ മുകളിലുള്ള മേഘസ്തംഭവും അഗ്നിസ്തംഭവും കരുതലുകളും ഉള്ളിടത്തോളം പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഭാരപ്പെടണ്ട. ഒരിക്കൽ യോശുവ ഇതെങ്ങനെയാ പൊളിക്കുന്നതെന്ന് ഭാരപ്പെട്ട് നിന്നപ്പോൾ ഊരിപ്പിടിച്ച് വാളുമായി ഒരു ദൂതൻ വന്നു നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ തന്നെ താൻ ചോദിക്കുന്നു, നീ ആരുടെ പക്ഷക്കാരൻ? പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സ്ഥാനാപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു. ഞാൻ നിന്റെ പക്ഷക്കാരനോ അല്ല, ശത്രുവിന്റെ പക്ഷക്കാരനാണ്. അപ്പൊ ദൈവഹിതം ചെയ്യാനായിട്ട് സ്റ്റെപ്പ് വെച്ച് യോശുവയോട് പറയുന്നത്, നീ കാലിൽ നിന്ന് ചെരുപ്പ് കഴിച്ചു കളഞ്ഞ് യോശുവ സാഷ്ടാംഗം. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ മനം നീറി വാക്തത്വം ഉണ്ടെങ്കിലും ഭാരത്തോടെ നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനാ ചെയ്യേണ്ടത്, ഏത് വിധത്തിലാ ചെയ്യേണ്ടത്, ആരെയും കൊണ്ടാ ചെയ്യേണ്ടത്, എങ്ങനെയാ ഇതൊക്കെ തരണം ചെയ്യുന്നതെന്ന് ആകുലപ്പെടേണ്ട കാര്യം ഇല്ല. സകല ജനത്തിൻ്റെയും കാണുക അന്ന് യഹോവ യോശുവയെ വലിയവനാക്കി നമ്മൾ വായിക്കുന്നു. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, പ്രോമിസ് ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ സമയത്ത് വഴിമാറിക്കോ. മാറത്തില്ലെന്ന് തോന്നുന്നതിനെ മാറ്റാൻ ആളിനെ അയക്കും ദൈവം. അതവിടെ കാണും. അങ്ങനെ എരിഹോ പിടിച്ച് നമുക്കറിയാം. എന്നാൽ യോശുവ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ആരും ഇത് പണിയരുത്. ഒരുത്തൻ പണിയാൻ ആഗ്രഹിച്ചാൽ അവന് 2 ആൺമക്കൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് യോശുവ 6-ാം അധ്യായം അതിൻ്റെ 26 വാക്യത്തിൽ കാണുന്നു. ഇപ്പോൾ നിങ്ങൾ വായിച്ച ആ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യത്തിന്റെ വലത്തെ സൈഡിൽ വേണം ആ റെഫറൻസ് കുറിച്ച് വെക്കാനായിട്ട്. എന്താണ് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം? അത് മർക്കോസ് 10-ന്റെ 46-ാം വാക്യത്തിന്റെ വലത്തെ സൈഡിൽ കുറിച്ച് വെക്കുമ്പോൾ തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം കൂടെ കുറിച്ച് വയ്ക്കണം. അവിടെ യോശുവ പറയുന്നു, ഈ യെരിഹോ പട്ടണത്തെ പണിയാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവനാണ്. അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കതവ് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ കീർത്തി ദേശത്തെല്ലാം പരന്നു. ആഫ്റ്റർ 500 years, 500 വർഷത്തിന് ശേഷം അവിടെ 1 രാജ 16-ന്റെ 34 എന്താ എഴുതിയിരിക്കുന്നു? ഓക്കെ, somebody can read. അവന്റെ കാലത്ത് ബെഥേല്യനായ ഹീയേൽ യെരിഹോ അവന്റെ കാലത്ത് ബെഥേല്യനായ ഹീയേൽ യെരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം
അതിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ ഷെഗൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു. അപ്പോൾ ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം നോ പറഞ്ഞാൽ അത് നോയായിരിക്കും. ദൈവം യെസ് പറഞ്ഞാൽ അതിന് യെസ് ആയിരിക്കും. ആമേൻ. അപ്പോൾ അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ തെറ്റാതെ നിവർത്തിക്കുന്ന ദൈവമാണ് എന്ന് നാം ജനത്തെ ഉറപ്പിച്ച് പറഞ്ഞ് ധൈര്യപ്പെടുത്തണം. 4 തലമുറ പിന്നിട്ടിട്ടും ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്ക് അവിടെ കിടന്നു. യോശുവ മരിച്ചു, അടുത്ത 3 തലമുറയും മരിച്ചു. ദൈവം പറഞ്ഞ കാര്യം നിവർത്തിയായി. എൻ്റെ വാത്സല്യ സെമിനാരി വിദ്യാർത്ഥികളെ, 4 തലമുറയ്ക്ക് മുമ്പ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് 430 സംവത്സരം കഴിഞ്ഞപ്പോൾ നിറവേറി. യോശുവയിലൂടെ 400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് മോർ ദാൻ 400 or 500 years ഗ്യാപ്പിൽ അതും നിവർത്തിയായി. ചോദ്യം, ദൈവം നിങ്ങളോട് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? നിവർത്തിയാകും. നിങ്ങളിലൂടെ എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? നിവർത്തിയാകും. ഇത് ഇങ്ങനെ ദൂത് പറഞ്ഞ് വേണം ആളുകളെ ഉറപ്പിക്കാൻ. ഇനി മർക്കോസ് 10-ാം അധ്യായം 46-ാം വാക്യത്തിന്റെ മുതൽ 52 വരെയുള്ള കാര്യങ്ങളിൽ 5 പ്രധാന കാര്യങ്ങൾ നിങ്ങൾ പ്രസ്താവിക്കണം. 1, ശപിക്കപ്പെട്ട ദേശത്താണ് ഭർത്തിമായി ഇരിക്കുന്നത്. ശപിക്കപ്പെട്ട ദേശത്താണ് ഭർത്തിമായി. 2 പ്രശ്നങ്ങളാണ് അവനുള്ളത്. 1, അവൻ കുരുടനാണ്. 2, മനുഷ്യരിൽ ആശ്രയിച്ചാണ് നാളുകളായിട്ട് അവൻ ജീവിക്കുന്നത്. ആളുകൾ എന്തെങ്കിലും കൊടുത്തെങ്കിൽ അവന്റെ കാര്യം നടക്കും. പക്ഷേ ആ സ്ഥിരമായിരിക്കുന്ന സ്ഥലത്തൂടെ യേശു പല പ്രാവശ്യം കടന്നു പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ അനുഭവിച്ചിട്ട് വഴിയാത്രയിൽ സംസാരിച്ചു പോകുന്ന അനേകം ആളുകൾ പങ്കുവെച്ച സാക്ഷ്യങ്ങളുടെ ഏതെങ്കിലും സംസാരത്തിൽ യാത്രാമധ്യേ കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം യേശു അതുവഴി വരുന്നു. വചനം പറയുന്നു, യഹോവയെ വിളിച്ചപേക്ഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. സോ നമ്മൾ അതിനകത്ത് ഈ പോയിന്റ് പറയണം, ഡോണ്ട് മിസ് ദ ഡിവൈൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന അവസരം എപ്പോഴേലും വിളിച്ചാൽ പറ്റത്തില്ല, വിളിക്കേണ്ട സമയത്ത് വിളിച്ചോണം. യേശു കടന്നു പോകുമ്പോൾ അവൻ വിളിക്കുന്നു. അപ്പൊ 1, അവൻ ശപിക്കപ്പെട്ട സ്ഥലത്താണ് ഇരിക്കുന്നത്. അതുവഴിയാണ് യേശു കടന്നു പോകുന്നത്. 2-ാമത്തെ കാര്യം, അവൻ നിലവിളിക്കുമ്പോൾ എൻകറേജ്മെന്റ് അല്ല ഉണ്ടായത്, ഡിസ്കറേജ്മെന്റ് ആണ്. 2, അവൻ നിലവിളിക്കുമ്പോൾ എൻകറേജ്മെന്റ് അല്ല, ഡിസ്കറേജ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അവൻ നിലവിളിക്കുന്ന മനുഷ്യരോടല്ല, യേശുവിനോടാണ്. ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ അവൻ എന്തുകൊണ്ട് പ്രതികൂലം വന്നപ്പോൾ നിലവിളി നിർത്തിയില്ല? അവനാണ് ആവശ്യക്കാരൻ. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഒരു കള്ളനെ പിടിക്കാൻ 2 പോലീസ് കൂടെ ഓടുകയാണ്. ആരുടെ ഓട്ടത്തിനായിരിക്കും വേഗത? കള്ളന്റെ. അവൻ. എന്തുകൊണ്ടാ? അവൻ പ്രാണനും കൊണ്ട് ഓടുകയാണ്. മറ്റേവർക്ക് പിടിക്കണമെന്നുള്ള ഉദ്ദേശം. ഇതാണ് വ്യത്യാസം. അപ്പോൾ ആവശ്യബോധമുള്ളവൻ പ്രതികൂലം വന്നാൽ പ്രാർത്ഥന നിർത്തത്തില്ല, കരച്ചിൽ നിർത്തത്തില്ല. ഇങ്ങനെ വേണം മെസ്സേജ് നിങ്ങൾ ജനത്തോട്, അല്ലെ സെൽ ഗ്രൂപ്പുകളിൽ, അല്ലെ ദൈവം നിങ്ങൾക്ക് അവസരത്തിൽ പറയണം. അതുകൊണ്ട് പറയണം, ദൈവത്തിന്റെ പൈതലേ, പ്രതികൂലം വരുമ്പോൾ നിന്റെ കരച്ചിലോ പ്രാർത്ഥനയോ നിർത്തരുത്. കാരണം ആവശ്യക്കാരൻ നീയാണ്. ഓക്കെ. അപ്പോൾ വിടുതൽ ആഗ്രഹിക്കുന്നവന് പ്രതികൂലം വിഷയമല്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം. 3-ാമത്തെ കാര്യം, ഈ സമയത്ത് അവൻ നിലവിളിക്കുന്നു എന്നുള്ളത്. അവന്റെ അവസരത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. കാരണം എ ഡിവൈൻ ഹീലർ പാസിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്നെ വിടിവിക്കാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ, അത് യേശുവാണ്. എൻ്റെ മുന്നിൽ കൂടെ പോവുകയാണ്. ഇപ്പോൾ ഞാൻ കരഞ്ഞില്ലെങ്കിൽ
എപ്പോൾ കരയും. കരച്ചിലിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. വേദോസത്തിൽ മറ്റൊരു സമയത്ത് നമുക്കതെടുക്കാം. കർത്താവിന്റെ കരച്ചിലാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. തന്നെ വിടിവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ചെയ്യും. യേശുവിന്റെ പ്രാർത്ഥന രക്തം വിയർത്തുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് കർത്താവിന്റെ മക്കൾ പ്രാർത്ഥിക്കണം. വിടുതലിന്റെ സമയം ഒരു സിഗ്നൽ, ഒരു ഇൻസ്പിറേഷൻ, അല്ലെ ഒരു നിയോഗം, അല്ലെ ഒരു ആത്മപ്രേരണ, അല്ലെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം തട്ടുക. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ, ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷെ ആത്മാവ് നിർബന്ധിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിക്കോട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നെഞ്ചുവേദന എടുത്തായിരുന്നു പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കോംപ്രമൈസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പറയുക. അതുകൊണ്ട് എന്താണ് മൂന്നാമത്തെ കാര്യം? വിളിക്കേണ്ട സമയത്ത് വിളിക്കണം. തക്ക സമയം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവം നിയോഗിച്ച വിഷയം നീട്ടിവെക്കരുതെന്ന് പറയണം. ദൈവം പ്രേരിപ്പിച്ച വിഷയം നീട്ടിവെക്കരുത്. ആത്മാവ് നിർബന്ധിച്ച വിഷയം നീട്ടിവെക്കരുത്. Praise God. Don't delay the divine inspiration. ഒരിക്കലും ആത്മനിയോഗം നീട്ടിവെക്കരുത്. Praise God. അതുകൊണ്ട് അതാണ് മൂന്നാമത്തെ കാര്യം. ഒന്ന്, ശപിക്കേണ്ട സ്ഥലത്താണ് ഇരുന്ന് താനെ നിലവിളിക്കുന്നത്. തന്റെ ആശ്രയം മനുഷ്യനിലായിരുന്നു. രണ്ടാമത്, വിടുതൽ ആഗ്രഹിക്കുന്നതിന് പ്രതികൂലം വിഷയമല്ല. സ്തോത്രം. മൂന്നാമത്തത്, വിളിക്കേണ്ട സമയത്ത് നമ്മൾ നിലവിളിക്കുക. നോക്കുക, നാലാമത് കാണുന്നത്, ആളുകൾ വാപത്തി അവന്റെ മിണ്ടരുത്. കർക്കശമായിട്ടാ പറഞ്ഞ മിണ്ടരുത്. അപ്പോൾ അവൻ അധികം നിലവിളിച്ചു. സോ ഹൗ യു റിയാക്ട് വെൻ യു പ്രേ and the opposition will arise against your prayer. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും നിങ്ങളുടെ ശുശ്രൂഷയ്ക്കും എതിരായി ഒരു പ്രതികൂലം വന്നാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ശരി, ഇനിയിപ്പം നമുക്ക് തൽക്കാലം പ്രാർത്ഥന വേണ്ടാന്ന് വെക്കാം, ബൈബിൾ സ്റ്റഡി വേണ്ടാന്ന് വെക്കാം, സെമിനാരി പഠനം വേണ്ടാന്ന് വെക്കാം. ഇപ്പൊ വലിയ പ്രശ്നങ്ങളാണ്. യു വിൽ നെവർ കൺക്വയർ. നിങ്ങൾക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരിക്കൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവം നൽകിയ ഇൻസ്പിറേഷന് ദൈവം ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ നിങ്ങളത് അലസതയും സാഹചര്യത്തെയും പഴിചാരിയും നിങ്ങൾ പോയാൽ കടലിൽ കുളിക്കാൻ ആദ്യമായിട്ട് പോയ ആളിൻ്റെ കൂട്ടിരിക്കും. എന്താ സംഭവിച്ചത്? തിരയടങ്ങുമ്പോൾ കുളിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെയും തിര ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. കുളിക്കാനിട്ട തുണി മാറി, ഇട്ട തുണി ഉടുത്ത് ആള് വീട്ടിൽ പോയി. കുളി നടന്നു. സോ നിങ്ങൾ പ്രൈസ് കൊടുക്കാതെ ഒരു കാര്യം നിങ്ങൾക്ക് നേടാൻ കഴിയും. അതുകൊണ്ട് പെയിനിലൂടെ പോകുന്ന ഒരാൾക്ക് മാത്രമേ പെയിനിലൂടെ കടന്നു പോകുന്നവരെ കംഫർട്ട് ചെയ്യാൻ പറ്റൂ. പൗലോസ് പറഞ്ഞു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം നിമിത്തം ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ പ്രാപ്തരാകേണ്ടത് അവൻ ഞങ്ങളുടെ ഓരോ കഷ്ടങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കും. സോ ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദ സഫറിങ്സ് or you are going through the agony or a pain or a bitter situation, that bitter situation will bring you in a better atmosphere. So ദൈവം നമ്മളെ പരിശീലനത്തിലൂടെയാണ് പണിത് ഷാർപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വൃത്തിയാക്കി പുറത്തെടുക്കുന്നത്. അപ്പോൾ തൻ്റെ ആവശ്യത്തിനെതിരെ തടസ്സം എപ്പോഴും ഓർക്കണം. നിങ്ങളുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നവരിൽ പലപ്പോഴും യേശുവിന്റെ കൂടെ നടക്കുന്നവരാ. മറ്റ് ജാതികളിൽപ്പെട്ട ആളുകളൊന്നും അല്ല തടഞ്ഞത്. യേശുവിനെ അനുഗമിക്കുന്ന ആളുകളാണ് പറഞ്ഞത്, എടാ വലിയ ആളാ അങ്ങോട്ട് പോകുന്നത്, നീ ഇപ്പൊ ഈ പിച്ചക്കാരനായിരിക്കുന്ന നീ കിടന്നാലിച്ച യേശു അങ്ങോട്ട് നിൽക്കാൻ പോവാണ്. മിണ്ടിപ്പോയത്. അവന്റെ വായടപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ ജനത്തിന്റെ പ്രതീക്ഷ എന്താണ്? നീ പിച്ചക്കാരനാണ്, ആയുസ് മുഴുവൻ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നീ യാചകനായി തന്നെ അങ്ങ് ജീവിച്ചാൽ മതി. നിന്റെ കരച്ചിൽ മനുഷ്യന്റെ ചിന്താഗതികളെ തിരുത്തും. തടഞ്ഞവർ തന്നെ. അടുത്ത പോയിന്റ്സ് നിങ്ങൾ പറയണം. അഞ്ചാമത്തെ കാര്യം, അവൻ കുറെ കൂടെ ആഴത്തിൽ നിലവിളിച്ചു. When you face the problem, concentrate more the divine purpose, fulfill the divine purpose. Cry out again, cry out. കാര്യം എന്താ? നിന്റെ നിലവിളി ഇപ്പോൾ നീ നിലവിളിച്ചില്ലെങ്കിൽ യേശു പോയിക്കൊണ്ടിരിക്കുകയാണ്.
കണ്ടെത്താവുന്ന കാലത്ത് അവയെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചപേക്ഷിപ്പിന്നവൻ. ആ വാക്യമൊക്കെ എഴുതി വയ്ക്കണം. കണ്ടെത്താവുന്ന കാലത്ത് യഹോവയെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിപ്പീൻ. ഇപ്പൊ എന്താ കാണുന്നത്? യേശു അവിടെ നിന്നു. ചോദ്യം, ഒരു വിടുതൽ ഒരുത്തിന് ആഗ്രഹിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കരഞ്ഞാൽ യേശു അവിടെ നിൽക്കുമോ? നിൽക്കും. അപ്പോൾ കരച്ചിലിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നതെന്ന് നിങ്ങൾ ജനത്തോട് പറയണം. കണ്ണുനീര് കണ്ട് മറികടക്കാത്ത ഒരു കർത്താവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സോ വി ആർ ഓഫറിംഗ് ദ ഡെലിവറൻസ് ത്രൂ ജീസസ്, those who are willingly crying to God. Praise God. അവനറിയാം ഞാൻ അന്ധനാ, ഡോക്ടർ മരുന്ന് വെച്ചാൽ കാഴ്ച കിട്ടുന്ന കാര്യമില്ല, ജന്മനാ കുരുടനാ. ചോദ്യം, ബൈ ബർത്തിൽ ഉണ്ടായ ഡിഫിക്കൽട്ടീസ് യേശുവിന് എടുത്തു മാറ്റാൻ പറ്റുമോ? യെസ്. കരച്ചിലിനനുസരിച്ചിരിക്കും കാര്യത്തിന്റെ വിടുതൽ, അല്ലേ? തടഞ്ഞവരോട് യേശു പറയുകയാണ് വിളിച്ചുകൊണ്ട് വരാൻ. നിന്റെ വായടയ്ക്കുന്നവരുടെ നടുവിൽ നിന്നെ ഒരു മഹത്വ വിഷയമാക്കി യേശു മാറ്റും. സാക്ഷിയാകാൻ കണ്ടവൻ കാഴ്ചയുള്ളവനായിട്ടാണോ ജനിച്ചത്? കുരുടനായിട്ടാണ് ജനിച്ചത്. ചോദ്യം, എന്തിനാ നിന്റെ വൈകല്യങ്ങൾ? അല്ല, ഉമ്മനെയും ചെകിടനെയും തടിച്ച നാവുള്ളവനെയും കുരുടനെയൊക്കെ സൃഷ്ടിച്ചതാരാ? ഞാനല്ലേ? അങ്ങനെയെങ്കിൽ പല ഡിസബിലിറ്റി ഉള്ള ആളുകളെ നടുവിൽ മെസ്സേജ് പറയുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തിയിട്ട് പറയണം, നിങ്ങളുടെ വൈകല്യങ്ങൾക്ക് നന്ദി പറയണം. There is a wonderful plan behind your life. There is a wonderful and precious plan about your birth. നിന്റെ ജനനത്തെക്കുറിച്ച്, നിന്റെ ഈ ഡിസബിലിറ്റി ഇഷ്യൂസിനെ കാരണം, നിന്റെ പ്രോബ്ലങ്ങളെ കാരണം. ഞാൻ ജനിച്ചത് 2 അവയവം ഇല്ലാതെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു കിഡ്നി കൊണ്ട് ഞാൻ ഓടുന്നു. ജനിച്ചപ്പം എനിക്ക് മലം പോകാനുള്ള അവയവം ഇല്ലായിരുന്നു. പ്രസവിച്ചതിന്റെ 4ാമത്തെ ദിവസം ആദ്യത്തെ സർജറി കഴിഞ്ഞു. ഈ 58 വയസ്സിനകത്ത് 10 ഓപ്പറേഷൻ കഴിഞ്ഞു. 14 പേരുടെ ബ്ലഡ് ഐശ്വര്യത്തോട് എത്ര പ്രോബ്ലങ്ങളിലൂടെ കടന്നു. അപ്പൊ ഒരു ദൈവം ഇതിൽ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ മെനഞ്ഞ യജമാനൻ അത് ഇഷ്ടമാണ്. കാരണം അതിലൂടെ ആ ഗ്ലോറി വെളി വരുന്നു. ബെറ്ററായതിനെ ലജ്ജിപ്പിക്കാൻ ഭോഷത്വമായതൊക്കെ ദൈവം തെരഞ്ഞെടുക്കും. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതിനെ തെരഞ്ഞെടുക്കും. സോ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് എന്ന് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തണം. നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത് എന്താണ്? തടഞ്ഞവർ ഇൻവൈറ്റ് ചെയ്യുന്നു. വേഗം എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു. വേഗം എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു. റൈസ് ആൻഡ് ജീസസ് കോളിംഗ് യു. തടഞ്ഞവർ നിന്നെ ഇൻവൈറ്റ് ചെയ്യും. തടഞ്ഞവർ ഇൻവൈറ്റ് ചെയ്യും. നോ പറഞ്ഞവർ ആമേ ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. വിലക്കിയവർ ഇൻവൈറ്റ് ചെയ്യും. സേ ആമേൻ. നിന്റെ ഡോർ ആരാണോ ക്ലോസ് ചെയ്തത് അവരുടെ മുമ്പിൽ യേശു നിനക്ക് ഡോർ ഓപ്പൺ ചെയ്യുമെന്ന് പറയണം. നിന്റെ എല്ലാ വഴിയും നിന്റെ ശബ്ദവും ക്ലോസ് ചെയ്ത് പഴയതുപോലെ നീ ഇരുന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ നിനക്കൊരു എഴുന്നേൽപ്പിന്റെ സമയമായി എന്ന് പ്രീച്ച് ചെയ്യണം. ആ 5 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയേണ്ടത്. ദെൻ അടുത്തത് അവർക്ക് ആഹ്വാനം കൊടുക്കേണ്ടത് ആത്മീയ അന്ധത മാറാൻ കരയണം. 1, സ്പിരിച്വൽ ബ്ലൈൻഡ് ആയിട്ടുള്ള അത് മാറാൻ ആഗ്രഹിക്കുന്നു, അതിനായി കരയണം. ഗേഹസിയുടെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണ് തുറന്നു. ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. സ്തോത്രം. നമ്മുടെ അകത്തെ കണ്ണ് തുറന്നെങ്കിലേ ആത്മീയ കാര്യങ്ങൾ കാണാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. 2, പ്രതികൂലത്തിൽ കരച്ചിൽ നിർത്തരുത് എന്ന് പറയണം. പ്രതികൂലത്തിൽ കരച്ചിൽ നിർത്തരുത്. സ്തോത്രം. 3, കരയുന്നവന്റെ ശത്രുക്കളുടെ നടുവിൽ തന്നെ ദൈവം മേശ ഒരുക്കും. കരയുന്നവന്റെ ശത്രുക്കളുടെ മുമ്പിൽ തന്നെ കർത്താവ് മേശ ഒരുക്കും. ഓക്കെ. 4, എന്നും നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനി അവസാനം വരെ ഇരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. യാചകനായി അന്ത്യം വരെ ഇരിക്കാൻ ആളുകൾ ആഗ്രഹിച്ചു, പക്ഷേ യേശു അവന്റെ സ്ഥിതി മാറ്റി. അപ്പോൾ അതിന് മറ്റൊരു വാക്കിനോട് ചേർത്ത് പറയാൻ നല്ലതാണ്. അതെ,
ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. റഫറൻസ് കണ്ടുപിടിച്ച് അവിടെ എഴുതി വെക്കണം കേട്ടോ. അഞ്ചാമത്, മനുഷ്യനിലുള്ള ആശ്രയത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കുള്ള ആശ്രയമായിരുന്നു ബർത്തിമായുടെ വിജയം. അതുകൊണ്ട് അവൻ മാനിക്കപ്പെട്ടു. സോ നമ്മുടെ ആശ്രയം അങ്ങനെ ആയിരിക്കും. ഇനി മൂന്നാമത്തെ സെക്ഷൻ, ആദ്യത്തെ സെഷനിൽ 5 പോയിന്റ് പറഞ്ഞു, രണ്ടാമത്തെ സെഷനിലും 5 പോയിന്റ് പറഞ്ഞു. ഇനി മൂന്നാമത്തെ സെഷനിൽ നിങ്ങൾ പറയുമ്പോൾ പറയേണ്ടത്, കരയുന്നവന് ഒരു സ്ഥിതി മാറ്റം ഉണ്ടാകും, ഒരു സ്ഥലം മാറ്റം ഉണ്ടാകും, അവന്റെ പേര് മാറും. ഇനി കുരുടൻ എന്ന് അവനെ വിളിക്കുവോ? ദൈവം കണ്ണു തുറന്നാൽ അവന്റെ പേര് മാറി, അല്ലേ? ദൈവം തൊട്ടാൽ നിന്റെ സ്ഥിതി മാറും എന്ന് പറയണം. ദൈവം തൊട്ടാൽ നിന്റെ സ്ഥലം മാറും, ദൈവം തൊട്ടാൽ നിന്റെ ജീവിതം മാറും. ഓക്കെ, പ്രൈസ് ഗോഡ്, വെരി ഗുഡ്, ആമേൻ. 14 അധ്യായം 7-ാം വാക്യം എന്താ നമ്മളെ എഴുതിയിരിക്കുന്നത്? സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സങ്കീർത്തനം 14-ാമത്തെ അധ്യായം അതിന്റെ 7-ാം വാക്യം. 7-ാം വാക്യം. സോ അപ്പൊ നമ്മള് നാളെയുടെ ദിവസങ്ങളിൽ നിങ്ങളുടെ സെൽ ഗ്രൂപ്പിലോ ചർച്ചിലോ പബ്ലിക് പ്ലേസിലോ ഒക്കെ മെസ്സേജ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൂടെ ആഡ് ചെയ്യുക. അപ്പം നിലവിളിയിൽ ജീവിതം പൂർണ്ണമായും മാറി. ഓക്കെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചാപ്പലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജുകൾ കൂടുതൽ പ്രാപിപ്പാനിടയായി. താങ്ക് യു വെരി മച്ച്. കർത്താവ് നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. കെസിയായിക്ക് പ്രാർത്ഥിക്കാം. കെസിയ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. Hallelujah, hallelujah. We praise you, Father. Hallelujah. Thank you, Lord, for this opportunity, Lord. Thank you for this wonderful time that you've given us, Lord Father. Hallelujah. Thank you, Lord, for your children that you have gathered in your name, Lord. Hallelujah. To learn your word, Lord Father. Hallelujah. Lord, I pray for each and everyone who's joined this line. Hallelujah. For everyone who's listening to your servant, Lord Father. Hallelujah. Lord, we pray that, Lord, hallelujah, your purpose will be done in our life, Lord, that your will be taken over in our lives, Lord Father. Hallelujah. Thank you, Lord, for the word that has been spoken to us, Lord Father, and for the understanding, Lord, and for the revelations that you have given us through it, Lord Father. Hallelujah. Lord, we thank you for the servant of Lord who spoke through your word, Lord Father. Hallelujah. Lord, thank you for strengthening him, Lord, for the vision that he has, Lord. Hallelujah. And for his willingness, Lord, to teach everyone that whatever you have put in his heart, Lord Father. Hallelujah. Lord, we pray for his health. Hallelujah. We pray for complete healing. Hallelujah. Lord, we pray that each and everyone who has joined in this, Lord, be, hallelujah, be warriors for you, Lord. Hallelujah. Be soldiers of yours. Hallelujah. Who will go into the world, Lord Father. Hallelujah. And win souls for you, Father. Hallelujah. Lord, whatever we learn from you, Lord Father, help us to apply that in our lives, Lord Father, and take it to many others, Lord, around us, Lord Father. Hallelujah. We commit each and everyone, hallelujah, and everything that we do, Lord Father. Nothing is to glorify ourselves, Lord, but every glory and honor and praise be to you, Father. Hallelujah. You are our King, Lord Father. You are our Lord. Hallelujah. Help us to glorify you, humble ourselves in your presence, Lord Father. Hallelujah. Help the Holy Spirit to speak to us, Lord, continuously throughout. Hallelujah. Help us to be, Lord, hallelujah, sensitive to your Holy Spirit, Lord Father. Hallelujah, Lord. We commit everything, every prayer matter, especially for the child that we prayed in the beginning, Lord Father. We pray complete healing, hallelujah, and hedge of protection around and that girl and her family, Lord Father. Hallelujah. We commit each and everyone and every prayer matter and everything that we learned today into your hands, Lord Jesus. In Jesus' name we pray, amen. Amen. Thank you, Kasia. Tony, I requested to read a word, 2 Corinthians chapter 13, verse 14. 2 Corinthians chapter 13, verse 14. Pastor, ഞാൻ വായിച്ചാൽ മതിയോ ടോണി? ഓക്കെ, വായിച്ചാൽ മതി. അത് ടോണി വായിക്കേണ്ടതാണ്. ഒരു മിനിറ്റ്. Can you read 2 Corinthians 13, verse 14?
The grace of the Lord Jesus Christ and the love of God and the communion of the Holy Spirit be with you all. Amen. ആമേൻ. അങ്ങനെ നമ്മുടെ ടോണി മീറ്റിങ്ങിന് ആശീർവാദം പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. എൻ്റെ 2 ചെസ്റ്റിന് ഇച്ചിരി പ്രയാസമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇച്ചിരി എനിക്ക് തൈറോയിഡിന്റെ പ്രയാസം ഉണ്ടെന്ന് കേൾക്കുന്നു. എനിവേ, നോ ഇഷ്യൂ. നമ്മുടെ ഈ ഭൂമിയിലെ അല്പകാലത്തേക്കല്ല നമ്മുടെ കഷ്ടതയൊക്കെ ഉള്ളൂ. നമുക്ക് നിത്യത മുഴുവൻ വിശ്രമമാണ്. അതുകൊണ്ട് പുകഞ്ഞു പോകാനല്ല നമ്മളെ വിളിച്ചത്, കത്തിത്തീരാനാണ്. സോ നിങ്ങളെല്ലാവരും ആ തീക്ഷ്ണതയോടെ തന്നെ കർത്താവിൻ്റെ വേലിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരാഴ്ചയേ ഉള്ളൂ. നന്നായി മാക്സിമം. ഞാൻ കഴിഞ്ഞ ദിവസം മക്കളമാരോട് പറഞ്ഞു, മക്കളെ ഡാഡി ഡബിൾ ഡ്യൂട്ടിയും ട്രിപ്പിൾ ഡ്യൂട്ടിയാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് 100 years വർക്ക് ചെയ്ത സന്തോഷം എനിക്കിപ്പോൾ ഈ പിള്ളേരോട് പറയാനുണ്ട്. സോ എനിവേ, ഇത് കൂലിവേലയല്ല ഞാൻ ചെയ്യുന്ന, ഉടമ്പടിപ്പണി. സോ ദൈവനെ ഏൽപ്പിച്ച് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. സോ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. ഞാൻ വചനം പറഞ്ഞപ്പം കുറെ കൂടെ ബലവും ശക്തിയും എനിക്ക് ലഭിച്ചു. നിങ്ങളുടെ കണ്ടിന്യൂസ് പ്രാർത്ഥന ചോദിക്കുന്നു. നാളെ മോർണിംഗ് 8 o'clock വീണ്ടും നമ്മുടെ ചാപ്പലുണ്ട്. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ആമേൻ. താങ്ക് യു Thank പാസ്റ്റർ. you, ഗോഡ് ബ്ലെസ് Pastor. യു. വേഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ക്രിസ്റ്റിയ, ടോണി. താങ്ക് യു എവരിവൺ. ഗോഡ് ബ്ലെസ് യു. എബ്രാച്ച, ഞാൻ ഓറിയന്റേഷൻ അയച്ചത് ഓപ്പൺ ആയി കാണുമല്ലോ. ക്രിസ്റ്റിയ, ടോണി, ഞാൻ ഓറിയന്റേഷൻ അയച്ചിട്ടുണ്ട്. മെയിൽ ചെക്ക് ചെയ്യണേ. Yes, sure. താങ്ക് യു. ബൈ. ബൈ.